ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സ്വീറ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരത്തിൻ്റെ ഒരു പൗഡറല്ല, ഇതിങ്ങനെ ഇപ്പം മോളുകളിലും എല്ലാം കിട്ടും. ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും കുറച്ച് പാൽപ്പൊടിയൊക്കെ കൂടെ. അപ്പോൾ ഇത് ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ പാത്രം കൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യും ഇട്ടിട്ട് നമുക്കൊന്ന് പതുക്കെ ചൂടാക്കാം ചെറിയ തീയിൽ. ചൂട് കൂടരുത്, അപ്പം അതിൻ്റെ കളർ മാറും. ഗ്യാസ് ചെറുതാക്കി വെച്ചിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ ചെറുതായിട്ട് ചൂടായിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു 1/4 കപ്പ്, നമ്മൾ ഏത് കപ്പ് കൊണ്ടാണ് നാളികേരം എടുത്തത് അതേ കപ്പ് കൊണ്ട് തന്നെ പാൽപ്പൊടി വേണം. പാൽപ്പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് പാല് വേണം, ഒരു 1/2 കപ്പ് പാല് വേണ്ടി വരും, തിളപ്പിച്ച് ആറിയിടുന്നത്. പിന്നെ ഒരു 10 ഇത് എന്താ പറയുക, അണ്ടിപ്പരിപ്പ്, 10 അണ്ടിപ്പരിപ്പ്. പിന്നെ ഈ പാത്രം കൊണ്ട് തന്നെ ഒരു 1/4 പാത്രം, ഇതുകൊണ്ടല്ലേ നമ്മൾ അളവെടുത്തത്. അപ്പം അതേ സെയിം പാത്രം കൊണ്ട് തന്നെ 1/4 പാത്രം പഞ്ചസാരയുണ്ട്. ഇതിലൊരു 6 ഏലക്കായ ഉണ്ട്, അത് കൂടെ പൊടിച്ചെടുത്തതിനത്. പഞ്ചസാര, ഏലക്കായ, കശുവണ്ടിപ്പരിപ്പ്, 10 എണ്ണമാണ് കശുവണ്ടിപ്പരിപ്പ്, അതും കൂടെ നന്നായി പൊടിച്ചെടുത്തതിന്. പിന്നെ അത് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസിന്. അപ്പോൾ കളർ പുറത്തുനിന്നൊന്നും ഇടണ്ട, നാച്ചുറലായിട്ടുള്ള കളർ തന്നെ ഇടുക. അതൊരു 2 സ്പൂൺ പാലും കൂടെ മിക്സിയിൽ അടിച്ചിട്ടെടുത്തതാണ്. ഇതൊന്ന് ചെറിയ കളറൊന്ന് മാറണ വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്, കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് പൗഡർ ഇട്ടെടുക്കാം. ഇത് നമ്മൾ ഏത് പാത്രം കൊണ്ട് എടുത്തിട്ടുള്ളത് അളവ് അതിൻ്റെ 1/4 മിൽക്ക് പൗഡർ. അതൊന്നിട്ട് മിക്സ് ആക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ്. ഇത് തിളപ്പിച്ച് ചൂടാറിയതിന് അതൊരു ഈ പാത്രം കൊണ്ട് ഒരു 1/2 പാത്രം ഒഴിക്കാം. ചെറിയ തീയിൽ തന്നെ ഇളക്കണം, കളറൊന്നും മാറണ്ട. അപ്പം പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ പാൽപ്പൊടിയിൽ കുറച്ച് മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ അതിൽ കുറച്ച് ഒഴിക്കണുള്ളൂ, എന്നാലും അതിൽ കുറച്ചുണ്ടായിരിക്കും. ഇനി ഇതിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് കളർ എത്ര വേണ്ടതെന്ന് വെച്ചെങ്കിൽ അത്ര ഇടാം കേട്ടോ. കുറച്ച് ഡാർക്ക് കളറോ ലൈറ്റ് കളറോ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതില്ല. കുറച്ച് ആദ്യം ഇട്ട് നോക്കാം. കുറച്ചും കൂടി വേണ്ടി വരുമല്ലോ. നന്നായി മിക്സ് ആക്കുക. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പൊടിച്ചു വെച്ച ഈ പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ഏലക്കായും കൂടെ പൊടിച്ചു വെച്ചത് ഇതിലേക്ക് ഇടുക. നന്നായി മിക്സ് ആക്കുക. നമുക്ക് കളർ കുറച്ചും കൂടി ഡാർക്ക് ആക്കണമെങ്കിൽ ആക്കാം. ഞാൻ കുറച്ച് ലൈറ്റ് കളർ ആക്കണത്.
ഇത് നന്നായി മിക്സാക്കിയിട്ട് പിന്നെ ഉരുട്ടിയെടുക്കുക വേണ്ടു. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ നന്നാക്കി ഉണ്ടാക്കുക. ഇപ്പോൾ അത് ഓഫ് ചെയ്യുക. ഇനി നന്നായി മിക്സാക്കിയതിന് ശേഷം ഇനി നമ്മൾ ഉരുട്ടിയിട്ട് ആ കോക്കനട്ടിൻ്റെ കുറച്ച് പൊടി ഇടുകൂടെ വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ഉരുട്ടിയിട്ട് ചൂടാറിയതിന് ശേഷം ഉരുട്ടിയിട്ട് അതിലൊന്ന് എന്താ പറയുക, അത് അതിൻ്റെ മേലെ ഒരു കവറിങ് പോലെ ആക്കുക. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നന്നായി ഉരുട്ടി സൈസ് നമുക്കിഷ്ടമുള്ള സൈസ് ഉരുട്ടാം. അങ്ങനെ നന്നായി ഉരുട്ടി കഴിഞ്ഞിട്ട് ഞാൻ ആ കോക്കനട്ടിൻ്റെ പൗഡർ കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച്, അതിലിങ്ങനെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഉരുട്ടി എല്ലാം വയ്ക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.